ലിഗയുടെ കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലിഗയുടെ ഹസ്ബൻഡായിട്ടുള്ള വിദേശി, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അപ്പോൾ അദ്ദേഹം ഇവരെ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. പ്രതികളെ കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്, പ്രതികൾ അക്രമം നേരിടാൻ സാധ്യതയുണ്ടെന്ന് പോലീസിന് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷി തെളിവെടുപ്പ് പൂർണ്ണമായും പോലീസിൻ്റെ ഫുൾ കവറേജിലായിരുന്നു. മാധ്യമങ്ങളെ കുറച്ച് ഒരു അല്പം അകലെ നിർത്തിക്കൊണ്ടായിരുന്നു ഈ പ്രവർത്തനം. അതായത് ഇവരിലേക്ക് മൈക്ക് വെക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചില്ല. പ്രതികളെ തെളിവെടുപ്പ് നടത്തുമ്പോൾ ചില സമയത്ത് മാധ്യമപ്രവർത്തകർ മൈക്ക് വെച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വിളിച്ചു പോയി. അപ്പോൾ ആ സമയത്ത് ഇവർ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. പക്ഷേ അതിനുള്ളൊരവസരം ഈ കേസിൽ പോലീസ് ആർക്കും തന്നെ കൊടുത്തില്ല. ഒരു മാധ്യമത്തിനെന്നല്ല, കേരളത്തിലെ ഒറ്റ മാധ്യമത്തിനും കൊടുത്തില്ല. ഒരു മാധ്യമത്തിനെ മാത്രമല്ല മാറ്റി നിർത്തിയ, എല്ലാ മാധ്യമങ്ങളെയും മാറ്റി നിർത്തിയ ഒരു കേസാണ് ഇത്. ഇതിന് ശേഷം ഈ കേസിൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ മുതൽ ജീപ്പ് ഓടിച്ച ഡ്രൈവർക്ക് വരെ പാരിതോഷികം കൊടുത്തു. DGP ഗുഡ് സർവീസിന് പാരിതോഷികം കൊടുത്തു. മികച്ച അന്വേഷണത്തിന് ഗുഡ് സർവീസ് നല്ല മികച്ച അന്വേഷണത്തിന് പാരിതോഷികം കൊടുത്തു മുഴുവൻ പേർക്കും. ഈ കേസിലെ അന്വേഷണം, വാഹനം ഓടിച്ചത്, തെളിവെടുക്കാൻ പോയത്, എന്തിന് പരിശോധനാ റിപ്പോർട്ട് മേടിക്കാൻ പോയ, ഫോറൻസിക് സർജൻ്റെ കയ്യിൽ നിന്ന് പരിശോധനാ റിപ്പോർട്ട് മേടിക്കാൻ പോയ ഉദ്യോഗസ്ഥൻ്റെ ജീപ്പിൻ്റെ ഡ്രൈവർക്ക് വരെ ഈ കേസിൽ പാരിതോഷികമുണ്ട്.